ഇനി ഇപ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്, അതൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള ഏറ്റവും നൽകാവുന്ന ഏറ്റവും മികച്ച ചികിത്സ നൽകാം അത് സർക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാർ ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ല ഡോക്ടേഴ്സാണ് ഉള്ളത് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ശ്രമം എന്തായാലും ഫലം കാണും. നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. പ്രിയദർശിനി, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ഈ സമയത്ത്? ഉണ്ട്. ഞാൻ ആ ഒരു വീഡിയോയിൽ എന്റെ മോളെ ഉപദ്രവിച്ച അയാളുടെ കൊണ്ടുവരുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. മുഖം ഫുള്ള് തോർത്തോ എന്തോ ഒരു ഡ്രസ്സ് കൊണ്ടിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടാ കൊണ്ടുവന്നത്. അതിന്റെ ആവശ്യം എന്താണ്? നാട്ടുകാർ അവന്റെ മോന്ത കാണണ്ടേ? അയാളെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് ജയിലോട്ട് വിട്ടിട്ട് ഇത് തന്നെയല്ലേ നാളെ സംഭവിക്കാൻ പോവാ. ഇതിനകത്ത് പ്രത്യേകിച്ച് എന്താണ്? പോവുക, ഭക്ഷണം നന്നായിട്ട് ഫുഡ് കൊടുക്കുക, അയാൾ നന്നായിട്ട് പുറത്തിറങ്ങി വരിക, വീണ്ടും ഇത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്. ഇവന്റെയൊക്കെ ഇങ്ങനെയുള്ളവന്മാരെ മുഖം അറ്റ്ലീസ്റ്റ് ഒരു മുഖം ഒന്ന് നാട്ടുകാരെ കാണിക്കെങ്കിലും ചെയ്യായിരുന്നു. ജസ്റ്റ് ഒരു ഫോട്ടോ ആക്കിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ഇപ്പൊ മെഡിക്കലിൽ വന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത്. അതിൽ പോലും അവൻ ഏതെന്ന് കൂടി ഞങ്ങൾക്കറിയില്ല. എന്റെ കുഞ്ഞിനും അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആ ഒരുത്തനാണ് എന്റെ കുഞ്ഞിനെ ചവിട്ടി തെറിപ്പിച്ചത്. അവന്റെ മുഖം ഒന്ന് പബ്ലിക്കിന് മുമ്പ് ഒന്ന് കാണിക്കാൻ പോലും അതെന്താന്ന് മനസ്സിലാവുന്നില്ല. എനിക്കത് കാണും തോറും എന്താ പറയാ, ഇതാണോ ഇങ്ങനെയാണോ വേണ്ടത്? എനിക്കറിയില്ല. ഈ പ്രിയദർശിനി, ഈ പോലീസ് എന്തെങ്കിലും പറഞ്ഞു? RPF എന്തെങ്കിലും പറഞ്ഞു? ഞാൻ വരാം സൈമൺ സാർ. എനിക്കറിയാം സൈമൺ സാറിന് കാര്യത്തിൽ മറുപടി പറയാനുണ്ടാവും. ഞാൻ വരാം സൈമൺ സാർ. പ്രിയദർശിനി എന്തെങ്കിലും പറഞ്ഞു? ഈ RPF എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, എന്നോടൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇയാള് മദ്യപിച്ചിരുന്നു എന്ന് അർച്ചന പറഞ്ഞു പ്രിയദർശിനി? അതെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ അർച്ചനയെ പ്രിയദർശിനിക്ക് നേരത്തെ അറിയുമോ, മകളുടെ സുഹൃത്തിനെ? മോള് പറഞ്ഞെനിക്ക് അറിവുണ്ട്. നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവളോട് അവിടെ ഹോസ്റ്റലിൽ നിന്നതാണെന്നുള്ള അറിവ് മാത്രമേ എനിക്കറിയാം. ഞാൻ അവളെ കണ്ടിട്ടില്ല നേരിട്ട്. അല്ലാതെ ഫോട്ടോ എല്ലാം കണ്ടിട്ട് അവളെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, ഏതായാലും പ്രിയദർശിനി, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം, പ്രാർത്ഥനകളോടുകൂടി കാത്തിരിക്കാം. ശ്രീകുട്ടി ഉറപ്പായും തിരിച്ചു ജീവിതത്തിലേക്ക് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.